ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ത്തിലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ ഷാം എക് കിസാൻ എന്ന അധ്യായത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. इस कविता में शाम के दृश्य को किसान के रूप में दिखाया गया है. यह एक रूपक अलंकार है. അപ്പോൾ ഈ കവിതയിൽ ഒരു വൈകുന്നേരത്തെ ആ ദൃശ്യത്തെ ഒരു കൃഷിക്കാരൻ്റെ രൂപത്തിൽ കാണിച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ രൂപക് അലങ്കാറാണ്. ഇസെ ബച്ചാനെ കെ ലിയെ 5 ഏകരൂപതാവോं की जोड़ी बनाई गई. അങ്ങനെ 5 ഒരേ രൂപത്തിലുള്ള ഒരു ജോഡികളാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഉന്നെ ഉപമ कहते हैं. അപ്പോൾ पहली एकरूपता आकाश और साफे में दिखाते हुए കവിത में ആകാശ് का സാഫ വാക്യാംശ ആയാ ഹെ. അപ്പോൾ ആ വാക്യത്തിൽ ഇങ്ങനെ ആകാശത്തെ സാഫെ, അതായത് ആകാശത്തെ ആ തലപ്പാവായിട്ട് കാണിച്ചിട്ട് ആകാശ് കാ സാഫ എന്ന വാക്യാംശമാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു മൂന്നാമത്തെ ഏകരൂപതയാണ് നദി ഓർ ചാദർ മേ, നദിയും ചാദറും. പിന്നെന്താണ് ആകാശ് കാ സാഫ നദി ഓർ ചാദർ, അതായത് നദി ചാദർ സി അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ आप दूसरी चौथी और 5वीं ഏകരൂപതാओं को खोज कर लिखिए. ബാക്കി രണ്ടാമത്തേത് നാലാമത്തെയും അഞ്ചാമത്തെ ഏകരൂപതകൾ ഏതൊക്കെയാണ് എന്നത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം ഉപമേയ എന്താണെന്ന് മനസ്സിലാക്കാം. ജിസ് വസ്തു की तुलना किसी दूसरी प्रसिद्ध खास वस्तु से की जाए वह उपमेय है. ഉപമേയ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള ഏതെങ്കിലും വസ്തുവിനോട് ഞങ്ങൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ, അതിനെ ഉപമിക്കുകയാണെങ്കിൽ അതിനെ ഉപമേയ എന്ന് പറയുന്നു. ഉപമാൻ എന്ന് പറഞ്ഞാൽ ജിസ്സെ ഉപമ ദീ ജായ് ഉസെ ഉപമാൻ कहते हैं. ഏതു ആ പ്രസിദ്ധമായ വസ്തു, അതായത് ഏത് വസ്തുവിനോടാണോ ഞങ്ങൾ ഉപമിക്കുന്നത് അതിനെ ഉപമാൻ എന്ന് പറയുന്നു. പിന്നെ രൂപക് അലങ്കാർ എന്ന് പറഞ്ഞാൽ ജഹാം പർ ഉപമേയ് ഓർ ഉപമാൻ, ഏത് വസ്തുവിനെയാണോ ഞങ്ങൾ ഉപമിക്കുന്നത് അതും പിന്നെ ഏത് വസ്തുവിനോടാണോ ഞങ്ങൾ ഉപമിക്കുന്നത് അതും. മെ കോയി അന്തർ ന ദിഖായി ദേ, അതിൽ തമ്മിൽ ഒരു ഭേദവുമില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇത്. അതായത് രണ്ടിനും ഒരു ഭേദവുമില്ല എന്ന് കാണിക്കുകയാണെങ്കിൽ അന്തർ ന ദിഖായി ദേ വഹാ രൂപക് അലങ്കാർ ഹോത്താ ഹൈ, അവിടെ രൂപക് അലങ്കാറാണ്. അപ്പോൾ ഇസ് കവിത മേ ഷാം കെ ദൃശ്യ കോ കിസാൻ കെ രൂപ മേ ദിഖായാ ഗയാ ഹൈ. तो അവിടെ എന്താണ് രൂപക് അലങ്കാറാണ്. ഉപമ അലങ്കാർ എന്ന് പറഞ്ഞാലോ എന്താണ് അർത്ഥം? ഉപമേയ്ക്ക് ഉപമാൻ സെ തുലന കീ ജായ്, ഉപമേയത്തെ ഉപമാനവുമായിട്ട് കമ്പയർ ചെയ്യുക, താരതമ്യപ്പെടുത്തുക, അതിനെയാണ് ഉപമ അലങ്കാർ എന്ന് പറയുന്നത്. അങ്ങനെ ഉപയോഗിച്ച ഉപമ അലങ്കാരങ്ങളാണ് ഈ ഏകരൂപതാവും കി ജോഡി. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ആകാശ് കാ സാഫ, അതായത് ആകാശമാകുന്ന തലപ്പാവ്, പിന്നെ ആകാശ് ഓർ സാഫി അല്ലേ. ഇസി തര തീസരി ഏകരൂപത നദി ഓർ ചാദർ, അപ്പോൾ നദി ചാദർ സി അല്ലേ, അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഉപമകൾ, അതായത് ഏകരൂപതാവും കി ജോഡി, അതെല്ലാം കൂടിയിട്ട് ആ രൂപക് അലങ്കാരത്തിന് ഒരു ഭംഗി നൽകുകയാണ്. അതായത് ഷാം കെ ദൃശ്യക്കോ കിസാൻ കെ രൂപമേ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഏകരൂപതകൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദൂസരി ഏകരൂപത എന്താണ്, ചൗത്തി ഏകരൂപത ഏതാണ്, 5वीं ഏകരൂപത അല്ലേ. അപ്പോൾ ഇതിൽ ഉത്തരം ദൂസരി ഏകരൂപത ചിലം സൂരജ് സി. അപ്പോൾ ആ ചിലം സൂര്യനെ പോലെയാണ് എന്ന് പറയുന്നു. ചൗത്തി ഏകരൂപത പലാശ് കെ ജംഗൽ കി അംഗീഠി. ആ പലാശ് കെ ജംഗൽ, ആ പലാശിൻ്റെ പൂക്കളൊക്കെയുള്ള ആ മരങ്ങളുടെ കാട് അല്ലേ, അതിനെ അംഗീഠിയുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. 5वीं ഏകരൂപത അന്ധകാർ ഭേഡോം കാ ഗല്ല. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ഭേഡോം കാ ഗല്ല. അതായത് ഇവിടെ എന്താണ് ആ ചെമ്മരിയാടുകളുടെ ആ കൂട്ടത്തെ അന്ധകാറുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഷാം കാ ദൃശ്യ അപ്നെ ഘർ കി ഛത്ത് യാ ഖിഡ്കി സെ ദേഖ് കർ ബതായിയെ. ഈ വൈകുന്നേരത്തെ ദൃശ്യം ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ജനാലകളിൽ നിന്നിട്ടോ ഒന്ന് പുറത്തു നോക്കി ആസ്വദിച്ച് അതിനെ മനസ്സിലാക്കാൻ, ആ വൈകുന്നേരം എങ്ങനെയാണ് കാണാനുള്ളത്, ആ സമയത്തെ ദൃശ്യം, ആ സമയത്തെ അന്തരീക്ഷം എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഷാം കബ് സെ ശുരു ഹുയി, അതായത് വൈകുന്നേരം എപ്പോൾ തുടങ്ങി എന്നതും, തബ് സെ ലേക്കർ സൂരജ് ഡൂബ്നെ മേ കിത്ന സമയ ലഗ, അവിടെ നിന്നും എത്ര സമയമെടുത്തു സൂര്യൻ അസ്തമിക്കാൻ എന്നതും, പിന്നെ ഇസ് ബീച്ച് ആസ്മാൻ മേ ക്യാ ക്യാ പരിവർത്തനായി, ഈ ഇടയ്ക്ക് ഈ ആകാശത്ത് എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു എന്നതുമൊക്കെ മനസ്സിലാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷാം മേ ഘർ കി ഛത്ത് യാ ഖിഡ്കി കെ സാമനെ സെ देखने पर पता चला है कि सूर्य के पश्चिम में पहुंचने के साथ ही संध्या होने का रंगत होने लगता है. അപ്പോൾ വൈകുന്നേരമാകാൻ തുടങ്ങുന്നു അല്ലേ. സൂര്യൻ അവിടെ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോഴേക്കും
സന്ധ്യ വൈകുന്നേരമാകാൻ തുടങ്ങുന്നു. രംഗത് ഹോനെ ലഗ്താ ഹൈ, വൈകുന്നേരത്തെ ആ കളർ മാറിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഷാം സെ സൂരജ് കെ ഡൂബ്നെ തക് മേ ലഗ്ഭഗ് 1 से 1.5 घंटे का समय लगा. അപ്പോൾ 1 മുതൽ 1.5 മണിക്കൂർ എടുത്തു വൈകുന്നേരത്തിൽ അസ്തമിക്കുന്നത് വരെ. അപ്പോൾ इस बीच आसमान में लालिमा छा जाती है. नारंगी तथा बैंगनी रंग के बादलों से आकाश व दिशाएं ढक गई. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആകാശത്തിന് ഉണ്ടായ കളറിൻ്റെ വ്യത്യാസം അല്ലേ, അതിൽ ലാലിമ ഛാ ജാത്തി ഒരു റെഡിഷ് കളർ വരുന്നു, പിന്നെ നാരംഗി ഓറഞ്ച് കളർ വരുന്നു, പിന്നെ ബാങ്കണി വയലറ്റ് അല്ലേ, ഒരു തരത്തിലുള്ള ബ്ലൂയിഷ് കളർ വയലറ്റ് കളർ വരുന്നു. ആകാശത്തിൻ്റെ കളേഴ്സൊക്കെ മാറുന്നു. അപ്പോൾ ആകാശ ദിശായേം ഢക് ഗൈ, അപ്പോൾ ഓരോ ദിശകളിലും ഇങ്ങനെ കളേഴ്സ് വരാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള വ്യത്യാസങ്ങളാണ് ഇത് പറയുന്നത്. मोर के बोलने पर कवि को लगा जैसे किसी ने कहा हो सुनते हो, नीचे दिए गए पक्षियों की बोली सुनकर उन्हें भी एक या 2 शब्दों में बंधिए. ഇപ്പോൾ കബൂത്തർ, കൗവ, മേന, തോത്ത, ചീൽ, ഹൻസ്. അപ്പോൾ ഈ കവി കവിതയിൽ സുൻതേ ഹോ എന്ന് പറയുന്നത് പോലെ തോന്നുന്നു ആ പക്ഷി, അതായത് മയിൽ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുമ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഈ കബൂത്തർ, കൗവ, മേന, തോത്ത, ചീൽ, ഹൻസ് ഇതൊക്കെ എങ്ങനെയാണ് ശബ്ദമുണ്ടാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കബൂത്തർ പറവ, കഹാ ജാ രഹേ ഹോ എന്ന് ചോദിക്കുന്നത് പോലെ അല്ലേ. കൗവ സുനോ രാത് ന ഹോനെ ദോ, അപ്പോൾ കാക്ക പറയുന്നത് പോലെ. മൈന തും മൻമോഹക് ഹോ, തോത്ത തുമ്ഹാരാ സമയ് നിരാല ഹെ, തോത്ത പാരറ്റ് അല്ലേ. ചീൽ ഈഗിൾ എന്താ പറയുക, തോടി ദേർ തക് റുക്കോ. പിന്നെ ഹൻസ് തുമ്ഹാരാ കോയി മുക്കാബല നഹി അല്ലേ. അങ്ങനെ നിങ്ങളുടെ ഇമാജിനേഷനിൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് എഴുതുക. ഓക്കെ. नीचे लिखी पंक्तियों में रेखांकित शब्दों को ध्यान से देखिए. അപ്പോൾ घुटनों पर पड़ी है नदी ചാദർ സി. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശബ്ദം ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ശബ്ദം അതിനെ ശ്രദ്ധിച്ചു നോക്കുക. രേഖാങ്കിത് ശബ്ദ ചാദർ സി. സിംटा बैठा है भेड़ों के गले सा. पानी का पर्दा सा मेरे आसपास था हिल रहा. मंडराता रहता था एक मरियल सा कुत्ता आसपास. दिल है छोटा सा छोटी सी आशा. घास पर फुदकती नन्ही सी चिड़िया. तो इन पंक्तियों में सा सी का प्रयोग व्याकरण की दृष्टि से कैसे शब्दों के साथ हो रहा है. तो चादर सी, गले सा, पर्दा सा, मरियल सा, छोटा सा, നന്നി സി. അപ്പോൾ ഇങ്ങനെ സാ സി ഉപയോഗങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ദൃഷ്ടി സെ कैसे शब्दों के साथ हो रहा है, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഈ വരികളിലൊക്കെ സാ സി അതിൻ്റെയൊക്കെ പ്രയോഗം വ്യാകരൺ കി ദൃഷ്ടി സെ സജ്ഞ और വിശേഷൺ ശബ്ദോं के साथ हो रहा है. അവിടെ നാമവും പിന്നെ വിശേഷണവും ഒക്കെ ഉപയോഗിച്ച് ആ ശബ്ദങ്ങളുടെ കൂടെ തന്നെയാണ് ഈ സാ സി എന്ന പ്രയോഗം വന്നിരിക്കുന്നത്. അപ്പോൾ ചാദർ അല്ല, അത് ഒരു സംജ്ഞയാണ്. ഗല്ലേ, ചോട്ടി എന്ന് പറഞ്ഞാൽ ഒരു വിശേഷണമാണ്. നന്ഹി. അപ്പോൾ ഈ നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും കൂടെയാണ് ഈ സാ സി എന്ന പ്രയോഗം വന്നിരിക്കുന്നത്. നിമ്നലിഖിത് ശബ്ദോं का प्रयोग आप किन സന്ദർഭോं में करेंगे. ഈ താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദങ്ങളുടെ പ്രയോഗം നിങ്ങൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുക. അപ്പോൾ പ്രത്യേക ശബ്ദ के लिए 2 സന്ദർഭ അല്ലെങ്കിൽ വാക്യ രചിയെ. 2 സന്ദർഭങ്ങൾ എഴുതാനാണ്. ഓരോ ശബ്ദത്തിനും 2 സന്ദർഭങ്ങളായിട്ട് വാക്യത്തിൽ പ്രയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 സന്ദർഭങ്ങൾ ഓരോ ശബ്ദത്തിനും. അപ്പോൾ ആന്ധി, ദഹക്, സിംട്ട. ആന്ധി എന്നത് വെച്ചിട്ട് ഷാം ഹോത്തെ ഹി ജോർ സെ ആന്ധി ചലനെ ലഗി. വൈകുന്നേരമായപ്പോഴേക്കും വേഗത്തിൽ, അതായത് ആന്ധി കൊടുങ്കാറ്റ്, വളരെ വലിയ വേഗത്തിൽ ഇങ്ങനെ കൊടുങ്കാറ്റ് അടിച്ചു എന്ന രീതിയിലാണ് പറയുന്നത്. ഷാം ഹോത്തെ ഹി ജോർ സെ ആന്ധി ചലനെ ലഗി, അതായത് കൊടുങ്കാറ്റ് വന്നു. ആന്ധിക്ക് തറ കമരമേ ആയ ഓർ ജോർ സെ ചില്ലാനെ ലഗ. ഇവിടെ അർത്ഥം എന്താണ്? ആന്ധിക്ക് തറ, അതായത് കൊടുങ്കാറ്റ് പോലെ അകത്തോട്ട് ഓടി വന്നു, മുറിയിൽ ഓടി വന്നു, എന്നിട്ട് ഒച്ചത്തിൽ ഇങ്ങനെ ചില്ലാനയിലക ഒച്ചത്തിൽ എന്താണ് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ദഹക് എന്നത് അങ്കീട്ടിമേ ആഗ് ദഹക് രഹിത്തി. ദഹക്ന എന്ന് പറഞ്ഞാൽ ആളിക്കത്തുക. അപ്പോൾ അങ്കീട്ടിമേ ആഗ് ദഹക് രഹിത്തി, അങ്കീട്ടിയിൽ തീ ആളിക്കത്തുകയായിരുന്നു. പിന്നെ സോമേഷ് ഗുസ്സേസെ ദഹക് രഹാത്ത. ഇവിടെ അർത്ഥം എന്താണ്? ദേഷ്യം കൊണ്ട് ആളിക്കത്തുകയായിരുന്നു. അല്ലെ, സോമേഷ് ദേഷ്യം കൊണ്ട് ആളിക്കത്തുകയായിരുന്നു. സോമേഷ് ഗുസ്സേസെ ദഹക് രഹാത്ത. പിന്നെ സിംട്ട, ബच्चा माँ की गोद में सिमटा बैठा था.
കൊച്ചുകുട്ടി അമ്മയുടെ മടിയിൽ ഇങ്ങനെ ചുരുണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സൂര്യക്ക് छिपते ही കമൽ കെ ഫൂൽ സിമട്ട് കർ ബന്ദ് ഹോനെ ലഗെ. അപ്പോൾ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുമ്പോഴേ അല്ലെങ്കിൽ സൂര്യൻ കാണാതാവുമ്പോഴേക്കും ഈ ലോട്ടസിൻ്റെ പൂക്കളിങ്ങനെ ചുരുണ്ടിങ്ങനെ കൂടുകയാണ്. അതായത് ബന്ദ് ഹോനെ ലഗെ. ലോട്ടസിൻ്റെ ഈ ഇതളുകളൊക്കെ ഇങ്ങനെ സിമട്ട് ജാന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുക. അപ്പോൾ സിംട്ട. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്